ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു നാടൻ പലഹാരമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്യോ ഓയിലോ ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നാളികേരത്തിൽ ആ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ അതായിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് അവിലിട്ട് കൊടുത്തിട്ട് അവിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അവിലെന്ന് പറയുമ്പോൾ നമുക്ക് ബ്രൗൺ കളറിലുള്ളതോ വൈറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ബ്രൗൺ കളറിലുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. കരടും പൊടിയൊന്നും ഇല്ലാത്ത നല്ല തരം അവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അവിൽ നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരണം, അതുവരെ വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ അവിലും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചെടുത്ത് നോക്കുമ്പോൾ അതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞു വരണം, ഈ ഒരു പരുവത്തിൽ. ഇനി ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി അതേ പാൻ തന്നെ വീണ്ടും ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല എന്ന് പറയുമ്പോൾ നമ്മൾ മിക്സ്ചറിലൊക്കെ കാണാറില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് ഒരുപാട് സമയമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഈ പൊട്ടുകടലയ്ക്ക് പകരമായിട്ട് നമുക്ക് ഏത് തരം നട്ട്സ് വേണമെങ്കിലും എടുക്കാം. അണ്ടിപ്പരിപ്പോ ബദാമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനിയിപ്പോൾ ഒരു നട്ട്സും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അപ്പോൾ അവിലും നാളികേരം മാത്രം വറുത്തെടുത്താലും മതി. അതിനുശേഷം അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നെ അതെല്ലാം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നൂൽപ്പരുവൊന്നാവണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. അതിനുശേഷം അതിൽ വല്ല കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് മാറ്റിയിട്ട് നമുക്കത് ചൂടോടുകൂടി തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും നാളികേരും പൊട്ടുകടലും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ശർക്കരപ്പാനി നമുക്ക് ഇതിന് മുഴുവനായിട്ടും വേണ്ടി വരും. അപ്പോൾ അത് മുഴുവനും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കിതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കും ചെയ്യാം. ഇപ്പോൾ അത് ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് ഉള്ളത്. ഇനി ഇത് ചൂടാറുന്നതിന് മുൻപ് ഈ ചൂടോടുകൂടി തന്നെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ ലഡുവൊക്കെ ചെയ്യുന്ന രീതിയിൽ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും അളവ് വെച്ചിട്ട് നമുക്ക് ഒരു 15 ലഡുവാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു ദിവസമൊക്കെ നമുക്കത് പുറത്ത് തന്നെ വെക്കാം. അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്